ഹലോ, അപ്പോൾ നമുക്ക് ഇന്നും ക്രോഷയുടെ ബേസിക്സ് നോക്കിയാലോ. ഇന്ന് നമുക്ക് ഡിക്രീസ് സ്റ്റിച്ച് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഇൻക്രീസ് സ്റ്റിച്ച് എന്താണെന്ന് പറയാം. ഒരു സ്റ്റിച്ച് തന്നെ 2 തവണ നമ്മൾ സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ എന്ത് ചെയ്യുന്നതിനെ നമ്മൾ ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇൻക്രീസ് സ്റ്റിച്ച് ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 തവണ ഇടും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു റാബിറ്റിൻ്റെ ഹെഡാണ്. അത് നമുക്ക് ഇത്തിരി വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. അത് നമുക്കൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ, അതിനനുസരിച്ച് നമുക്ക് വലുതാക്കാൻ പറ്റും. അപ്പോൾ ആ വലുതാക്കണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ഇനിയിപ്പോൾ ആ ഷേപ്പ് ഒന്ന് ചെറുതാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 സ്റ്റിച്ചിനും കൂടെ കൂട്ടിയിട്ട് അത് കുറയ്ക്കണം, ഡിക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിക്രീസ് സ്റ്റിച്ച് എന്താണെന്ന് അറിയണം. അപ്പോൾ ഇൻക്രീസ് സ്റ്റിച്ച് എന്താണെന്ന് നമ്മൾ സെറ്റായില്ലേ. ഇനി ഡിക്രീസ് സ്റ്റിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ക്ലിയർ അല്ലേ. സിംഗിൾ ക്രോഷയാണ് അപ്പുറത്ത്, ഇത് ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഡിക്രീസ് സ്റ്റിച്ച് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് നോക്കുമ്പോൾ 2 പാർട്ടായിട്ട് കാണാം. നടുക്കിലൊരു ഹോള്, 2 പാർട്ട്. അതിൽ നമ്മൾ കണ്ടോ, അതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ സാധാരണ സ്റ്റിച്ച് ഇടുന്ന കൂട്ട് തന്നെ, പക്ഷെ നമ്മൾ ആ ഭാഗത്തിനെയാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുക. നമ്മുടെ ഭാഗത്തോട്ട് ഇരിക്കുന്നതിനെ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഒരു സ്റ്റിച്ചിൻ്റെ 2 പാർട്ടാണ് ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും. അതിൽ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രമേ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, കണ്ടോ ഇത് ബാക്ക് ലൂപ്പ്, അതൊക്കെ ബാക്ക് ലൂപ്പ്. സെറ്റല്ലേ. അപ്പോൾ ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് നടുക്കിലൂടെ ഇൻസേർട്ട് ചെയ്യണു. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലൂപ്പ് പിടിക്കാം. കണ്ടോ, അങ്ങനെ 2 സ്റ്റിച്ചിൻ്റെയും കൂടെ ഫ്രണ്ട് ലൂപ്പ് നമുക്ക് കിട്ടി. 2 ലൂപ്പ് കണ്ടോ. അപ്പോൾ മൊത്തം 3 ലൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് ലൂപ്പ് മാത്രം 2 എണ്ണം. എന്നിട്ട് ഹുക്ക് പതിവ് പോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ പുറത്തേക്ക് വലിക്കും. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. അതിലോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യും. ഇതാണ് ഒരു ഡിക്രീസ് സ്റ്റിച്ച്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ അല്ലേ, ക്ലിയർ അല്ലേ? മനസ്സിലാവുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തായാലും ഇതാണ് ഒരു ഡിക്രീസ് സ്റ്റിച്ച്. കണ്ടോ, ഇനി നമുക്ക് ഇത്തിരി കൂടെ ഫാസ്റ്റായിട്ട് ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, ഫ്രണ്ട് ലൂപ്പ് പുറത്തേക്ക് എടുത്തു, അപ്പുറത്തേത് ബാക്ക് ലൂപ്പ്, 2 ഫ്രണ്ട് ലൂപ്പും കൂടെ പിടിച്ചു. അതിലൂടെ നമ്മൾ സാധാരണത്തെ പോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്, എനിക്ക് ഒന്നും കൂടെ കാണിക്കാം കേട്ടോ. ഫ്രണ്ട് ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, ആ 2 ലൂപ്പും കിട്ടി. സാധാ പോലെ തന്നെ യാണ് അതിലൂടെ വലിച്ച് 2 ലൂപ്പ് കിട്ടി. അതിലൂടെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇതാണ് ഒരു ഡിക്രീസ് സ്റ്റിച്ച്. ഓക്കെ അല്ലേ. പിന്നെ ക്രോഷയുടെ കുറച്ച് അബ്രിവിയേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ബൈ.